എല്ലാവർക്കും നമസ്കാരം. മഴക്കാലമാണ്. നമുക്ക് പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അടിമാലി ദുരന്തം, ചൂരൽമല ദുരന്തം, അതുപോലെ കള്ളാടി ദുരന്തം അവസാനമായി വന്നു നിൽക്കുന്നത്. ആർക്കൊക്കെ എപ്പോഴൊക്കെ തന്നെ ജീവൻ ഹോമിക്കപ്പെടണമെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ പൗരാവകാശ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന നമുക്ക് പശ്ചിമഘട്ട മലനിരകളെ പറ്റി ഒന്ന് ചർച്ച ചെയ്യുന്നതല്ലായിരിക്കുന്നതാണ്. നമുക്കറിയാം, വെസ്റ്റേൺ ഗേറ്റ്സ് എന്നാണ് പറയാ ഇംഗ്ലീഷില്. പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണണം. പക്ഷെ നമുക്കെന്താണ്, മനുഷ്യന്റെ വികസനത്തിന് വേണ്ടി എല്ലാ മലനിരകളും തുരങ്കപാതകളും ഉണ്ടാക്കി വൻ ദുരന്തങ്ങൾ ഓരോ കാലഘട്ടത്തിലും പൊട്ടിപ്പുറപ്പെട്ടാൽ പോലും തിരിച്ചറിവും മനുഷ്യനുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രകൃതി മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, ഇത് പുതിയ കണ്ടുപിടുത്തമല്ല. ഈ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് മുഴുവൻ നിലനിൽക്കുന്നതിന് വേണ്ടി പ്രകൃതിക്ക് അവകാശമുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്? പ്രകൃതിയെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള വികസനമാണ് ഇന്നത്തെ സർക്കാരുകളും ഭരണാധികാരികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരു സസ്റ്റൈനബിലിറ്റി ഇല്ല, ഒരു സുസ്ഥിരതയില്ല. നമ്മൾ നിലനിൽക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രകൃതിയിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള പരിരക്ഷയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പഠനം നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി, ഈ പശ്ചിമഘട്ട മലനിരകളെ കുറിച്ച് കൃത്യമായിട്ട് പഠനം നടത്തേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഈ ഒട്ടനവധി ദുരന്തങ്ങൾ നമ്മുടെ കൺമുന്നിൽ വന്നിട്ട് പോലും അതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരു പടിയൊന്നും തന്നെ ആരും ചെയ്യുന്നില്ല. ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് എന്താണ്? 1600 കിലോമീറ്ററാണ് പശ്ചിമഘട്ടത്തിന്റെ വ്യാപ്തിയായിട്ട് കിടക്കുന്നത്. പ്രധാനമായിട്ടും ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് ഇത്രയും പ്രദേശങ്ങളിലായിട്ട് 1600 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പശ്ചിമഘട്ടം കിടക്കുന്നത്. പഴക്കം നമുക്കറിയാവുന്നതാണ്. ഹിമാലയൻ പർവ്വതനിരകളെക്കാള്, ഹിമാലയം പർവ്വതനിരകളെക്കാൾ കൂടുതൽ പഴക്കം നമുക്ക് ഈ പശ്ചിമഘട്ടത്തിനുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക്, കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പശ്ചിമഘട്ടത്തിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. ഇത് നമുക്ക് ആർക്കും തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. നമുക്കറിയാം, ഏറ്റവും വലിയ കൊടുമുടി ഇടുക്കി ജില്ലയിലെ ആനമുടിയാണ്. നമുക്കറിയാം 2695 മീറ്ററാണ് അതിന്റെ ഉയരം. ഈ ആനമുടി പോലും പ്രതിസന്ധിയിലാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിന്റെ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് 2012 യുനെസ്കോ ജൈവ വൈവിധ്യവും പൈതൃകവും നമ്മുടെ ആ പട്ടികയിൽ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടനവധി ജീവജാലങ്ങളുടെ ഇവയുടെയൊക്കെ പരിരക്ഷയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാതെ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒട്ടനവധി ദുരന്തങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. വികസനം എന്ന് പറയുന്നത് ഈ നിലനിൽക്കുന്ന വികസനമാണ് നമുക്ക് ആവശ്യം. വികസനം വേണ്ട എന്ന് പറയുന്നില്ല, പ്രകൃതിയെ ഉപയോഗിക്കണം എന്ന് പറയില്ല. പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. പക്ഷെ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. നമുക്കറിയാം, അതിവേഗ പാതകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തുരങ്കം, വൻ മലകളും മലനിരകളൊക്കെ തന്നെ ഇടിച്ച് താഴ്ത്തി റോഡ് നിർമ്മാണമൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യാഘാതം വലുതാണ്. ഇനി വരാൻ പോകുന്ന നാളുകളിൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അൺപ്രഡിക്റ്റബിൾ ആണെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്ത് ദുരന്തം വേണമെങ്കിലും ഉണ്ടാവാം. അതുകൊണ്ട് ഇതിന് തക്കതായിട്ടുള്ള മുൻകരുതൽ നിങ്ങൾ എടുത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താം. അല്ലെങ്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരാണ് ഈ ജീവൻ ഹോമിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം, പശ്ചിമഘട്ടത്തെ എന്ത് വില കൊടുത്തും നമ്മൾ പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ശിവദാസൻ നന്ദിയായിട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.